സെക്കൻഡ് ഡേ ഇൻ ഹൈദരാബാദ്. ഇന്നത്തെ പ്ലാൻ ഗോൽക്കൊണ്ട ഫോർട്ടും ഐക്യയാണ്. ഐക്യ പോകാൻ ഏറ്റവും എളുപ്പമുള്ള വഴി മെട്രോ ആണ്. ഈ ടിക്കറ്റ് എടുക്കുക, സ്കാൻ ചെയ്യുക. ഐക്യ എത്താനായിട്ട് നമുക്ക് ബ്ലൂ ലൈനിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. അത് അമീർപേട്ടെന്നാണ് ബ്ലൂ ലൈനിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. എന്നിട്ട് റായ്ദുർഗ സ്റ്റേഷനിൽ ഇറങ്ങുക. അവിടുന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഐക്യ. ഇതൊരു വേറെ തന്നെ ഒരു ലോകമാണ്. ഒരു വീടിന് വേണ്ട A to Z സാധനങ്ങൾ കിട്ടുന്നൊരു സ്ഥലം. ഹൈദരാബാദ് വരുന്നവർ എന്തായാലും ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യണം. കാരണം നമുക്കിങ്ങനെ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നാട്ടിൽ കാണാൻ കഴിയില്ല. നമ്മളിവിടെ ഡിസ്പ്ലേ കാണുന്ന ഐറ്റംസിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാൻ കഴിയുന്നുള്ള മോഡൽ റൂം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്കിപ്പോൾ ഒരു വീട് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് വേണമെങ്കിൽ ഇവരെ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഐക്യയിൽ വരുന്നവർ ഉറപ്പായിട്ടും ഇവിടുത്തെ സ്വീഡിഷ് റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്യേണ്ടതാണ്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു ട്രൈ എടുക്കുക, ട്രോളി എടുക്കുക, ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ വേണ്ട ഫുഡെല്ലാം ട്രൈയിലേക്ക് എടുത്തു വെക്കുക, ജസ്റ്റ് നേരെ പോവുക, ബില്ലിംഗ് കൗണ്ടറിൽ ബില്ല് ചെയ്യുക. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് പാക്ക് ചെയ്യാതെ ഫ്രഷായിട്ട് കഴിക്കാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. ബില്ല് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇവിടുത്തെ ഫുഡ് കോർട്ടിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയും ചെയ്യാം. ലഞ്ചും കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഗോൽക്കൊണ്ട ഫോർട്ടിലേക്കാണ്. ഗോൽക്കൊണ്ട ഫോർട്ട് 12th സെഞ്ചുറിയിൽ കക്കാത്തിയ ഡൈനാസ്റ്റിയാണ് പണി കഴിപ്പിച്ചത്. അത് കഴിഞ്ഞ് വന്ന് കുത്തബ് ഷാഹി കിങ്സ് ഇത് എക്സ്പാൻഡ് ചെയ്തു. ഈ കാണുന്ന സ്റ്റെപ്പെല്ലാം കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുള്ളായ കാഴ്ച കാണാൻ പറ്റും. മോഡേൺ സിറ്റിയും ആൻഷ്യൻ ടൗണും തമ്മിലുള്ളൊരു ബ്ലെൻഡ്. അത് നല്ലൊരു കാഴ്ചയാണ്. നമ്മളിവിടെ ഈവനിങ്ങാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഗോൽക്കൊണ്ട ഫോർട്ട് വരുന്നവർ ഉറപ്പായിട്ടും കണ്ടിരിക്കുന്ന സാധനമാണ് ഇവിടുത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. വൈകിട്ട് 6:00 ഷോ തുടങ്ങുന്നത്. സെപ്പറേറ്റ് ടിക്കറ്റാണ് 80 രൂപയാണ്. പക്ഷേ ഉറപ്പായിട്ട് ഷോ കാണേണ്ടത്. കാരണം ഇങ്ങനെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നമുക്ക് ഒരിക്കലും വേറെ സ്ഥലത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അത്രയും ഹിസ്റ്ററി നല്ല രീതിയിൽ ഇവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കാണാൻ ശ്രമിക്കുക. 2 ഷോ ഉണ്ട്. 6:30-ക്കും 7:45-നും. 7:45-ന് ഹിന്ദി അല്ലെങ്കിൽ ഉറുദു ആയിരിക്കും. അതിനുള്ള ആൾക്കാരാണ് വെയിറ്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ ചെന്നത് പാരഡൈസ് റെസ്റ്റോറൻറ്റിലേക്ക്. ഇത്രയും ലെജൻസ് ഇവിടെ ഓൾറെഡി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാവർച്ചി ബിരിയാണി ഞങ്ങൾ ഡേ 1 തന്നെ ട്രൈ ചെയ്തായിരുന്നു. പാരഡൈസ് ഇവിടെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. രണ്ടും നമ്മുടെ ഡിഫറൻസ് ഉണ്ട്. ബാവർച്ചി കുറച്ചുകൂടി മസാല റിച്ചാണ്. പാരഡൈസ് നമുക്കൊരു ഫ്ലേവർ ഫീൽ മാത്രമാണ് കിട്ടുന്നത്. എന്നാലും രണ്ടും മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. കൂടാതെ ഞങ്ങൾ കുബാനി സ്വീറ്റ് വിത്ത് ഐസ്ക്രീം അതുകൂടെ ഒന്ന് ട്രൈ ചെയ്തു. ആപ്രിക്കോട്ടാണ് മെയിൻ വിത്ത് ഐസ്ക്രീം. പക്ഷെ നല്ലൊരു ടേസ്റ്റുള്ളൊരു ഐറ്റം. നമ്മളിതുവരെ കഴിച്ച പരിചയമില്ലാത്തൊരു സ്വീറ്റ്. പാരഡൈസിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് അംബേദ്കർ സ്റ്റാച്ചു പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പോകുമ്പോൾ ഓപ്പൺ ആയിട്ടുണ്ടായില്ല. നൈറ്റിലെല്ലാം ഈ ഒരു വ്യൂ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. അംബേദ്കർ സ്റ്റാച്ചു കണ്ട് ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. സിറ്റി വൈബ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല വൈബുള്ളൊരു സിറ്റിയാണ് ഹൈദരാബാദ്. നല്ല നൈറ്റ് ലൈഫുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു ഊബർ ഓട്ടോയ്ക്ക് നേരെ ഹോം സ്റ്റേയിലേക്ക് തിരിച്ചു. Day 2 ഇവിടെ എൻ്റെയാണ്. Day 3 കാണാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.